ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും ഇനി ഒരു ചാനൽ തുടങ്ങാം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങിയോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. എനിക്ക് എൻ്റെ ചെറിയ അറിവുകൾ അത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ YT സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യണം. യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടല്ലോ. അപ്പം നമ്മൾ ഇടുന്ന വീഡിയോയുടെ കുറിച്ച് നമുക്ക് അതിനകത്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എത്ര പേര് കണ്ടു, എത്ര സബ്സ്ക്രൈബേഴ്സായി, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് YT സ്റ്റുഡിയോയിൽ നിന്നാണ്. നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ആക്കി അത് പിന്നെ YT സ്റ്റുഡിയോയിൽ ചെന്ന് നമ്മൾ അപ്ലോഡ് ആക്കണം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വന്തം കണ്ടൻറ്റ് തന്നെ നിങ്ങൾ എടുക്കുക. മറ്റൊരാളോട് നമ്മൾ എടുക്കാൻ പോകരുത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് നമുക്ക് പ്രശ്നം ഉണ്ടാകും. അത് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ തന്നെ നമ്മൾ പിന്നെ പ്രൊമോട്ട് ചെയ്യാതെ വരും. ഒരു സോങ് നമ്മൾ ഇടുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ഡൗൺലോഡ് ചെയ്ത് ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് നമ്മൾ നോക്കും നല്ല ഫേമസ് ആയിട്ടുള്ളതല്ലേ, അത് നമുക്കിടാം. അപ്പം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് അതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷേ അങ്ങനെ ഇടുന്നത് അവർ റീയൂസ് കണ്ടൻ്റായിട്ട് നമുക്ക് വരും. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു വീഡിയോ തന്നെ നമ്മൾ ഇടണം. മറ്റൊരാളോട് നമ്മൾ എടുക്കാൻ പോകരുത്, ഒന്നാമതാണ്. പിന്നെ ചിലരൊക്കെ വീഡിയോയിൽ പറയാതെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സ് കിട്ടുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. നമ്മുടെ ചാനൽ കണ്ട്, നമ്മുടെ വീഡിയോ കണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കും നമ്മുടെ യഥാർത്ഥ സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെയുള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മൾ തിരഞ്ഞെടുക്കുക, ജനങ്ങൾ നമ്മളെ തിരഞ്ഞെടുക്കും, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ആക്കണം. അങ്ങനെയുള്ളത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ കൂട്ടുകാർ. പിന്നെ നല്ല കണ്ടൻറ്റുകൾ നിങ്ങൾ ഇടാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ദിവസം 2 വീഡിയോയെങ്കിലും ഇടാൻ നോക്കണം. അതൊക്കെ കറക്റ്റ് സമയത്ത് ഇടാൻ പറ്റണം. രാവിലെ ഇടാൻ പറ്റുന്നെങ്കിൽ രാവിലെയും വൈകിട്ടും ഇടണം. പക്ഷേ രാവിലെ ഉച്ചയ്ക്കുമാണെങ്കിൽ അങ്ങനെ ഇടണം. നമുക്ക് ഉച്ചയ്ക്ക് മിക്കവാറും ഇടാൻ പറ്റത്തില്ലായിരിക്കും, നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന തിരക്കുള്ളവരൊക്കെയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയമാണോ കറക്റ്റ് സമയം, ആ കറക്റ്റ് സമയം കണ്ടിന്യൂ ആക്കി നിങ്ങൾ വീഡിയോ ഇടാൻ ശ്രമിക്കണം. കഴിഞ്ഞതും 2 വീഡിയോ നമുക്ക് ഇടാൻ പറ്റണം കൂട്ടുകാരെ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാം. പ്രതിസന്ധികളൊക്കെ ഒരുപാട് വരും. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം നമുക്ക് പലരും നമ്മളെ കുറ്റപ്പെടുത്തും, അല്ലേ, വിമർശിക്കും. ഇവർക്ക് എന്തിൻ്റെ അസുഖമായി, ഇവർക്ക് വേറെ പണിയില്ല. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കുകയുണ്ട്. അതെല്ലാം അവോയ്ഡ് ചെയ്തേക്കാം. നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മൾ മുന്നോട്ട് പോകും. നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഇൻകം വരും എന്ന പ്രതീക്ഷയോടെ നമ്മൾ പോകുന്നതല്ലേ. അപ്പോൾ പറയുന്നവരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. നമുക്ക് ചിലവ് തരുന്ന അവരല്ലല്ലോ, നമ്മൾ കഷ്ടപ്പെട്ടല്ലേ നമ്മൾ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടു കളഞ്ഞേക്കാം. ശ്രദ്ധിക്കാനേ പോകരുത്. പിന്നെ ലോങ് വീഡിയോ ആണെങ്കിൽ നമുക്ക് 4000 വാച്ച് ടൈം വേണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. ഇപ്പം ഷോർട്ട് വീഡിയോ ലൈവ് ആക്കി ചെയ്യാൻ പറ്റും. അത് യൂട്യൂബ് നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബ് ഒരുപാട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. നിങ്ങൾ കഴിയുമെങ്കിൽ ഷോർട്ട് വീഡിയോ ഒക്കെ ലൈവ് ആക്കി ചെയ്യുക. അപ്പം താങ്ക് യു ഫ്രണ്ട്സ്. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ ഇടാം കേട്ടോ. നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എൻ്റെ വീഡിയോ കാണണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.